ഞാൻ കൂടി ഇവിടെ മുന്നിലിരുന്ന് കഥകളി കണ്ട എന്താ സംഭവിക്കാ? ആ പുതിയ ആശാട്ടിയുടെ മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്നെ വിരട്ടി പുറത്താക്കാന്നുള്ള നിങ്ങളുടെ പൂതിയും നടക്കില്ല. നിങ്ങൾ കഥകളി മുടക്കരുത്. എല്ലാവരും രസിച്ചു കാണാൻ വന്നതാ. ഞാനും രസിച്ച് കഥകളി കാണാൻ തന്നെ വന്നത്. കഥകളി മുടക്കാതെ വേഗം സ്ഥലം വിടുന്നതാ നല്ലത്. ഇവരോട് സാത്വിക ഭാവം ഒന്നും പോരാ, താമസ ഭാവം തന്നെ വേണം. തല്ലും കൊണ്ട് നാണം കെട്ടു പോകുന്നതിനേക്കാളും ഈ വേഷത്തിൽ തന്നെ സ്ഥലം വിടാൻ നോക്ക്. ഈ പായം കൊണ്ടേ വീട്ടിൽ ചെന്ന് കിടക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. ഇപ്പൊ ഈ പാ മാത്രമേ ചുരുട്ടിയോളൂ. കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിയന്ത്രണം വിടും. അമ്മ സ്വാമിയെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളും പോന്നോളൂ കൂടെ. ദേ വരുന്ന ഈ ദേശത്തെ ആശാട്ടി ഇപ്പോഴും കഥകളി കാണാൻ പോകാണോ? മതിയായില്ലേ? പൂച്ചകൾക്ക് പോലും പൊതുവിജ്ഞാനമുണ്ട്. അതെന്താ? വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിലും പൂച്ച പോലും ഒരു വട്ടമേ ചൂടുവെള്ളത്തിൽ വീഴുള്ളൂ. പൂച്ചയുടെ വിവരം പോലും ഇല്ലാത്തവരുണ്ട്. കണ്ണടച്ച് പാല് കുടിക്കുന്നതേ ആരും കാണുന്നില്ലെന്നാ വിചാരം. പായും ചുരുട്ടിപ്പോയ പോക്ക് കാണണം. അഭിമാനമുള്ളവരാണെങ്കിൽ വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരിക്കരുതോ? മണ്ടൻ പൂച്ചകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, അല്ലാത്തവരും ഉണ്ട്. കണ്ണു തുറന്ന് പാല് കുടിക്കുന്നവർ. ഈ ആശാട്ടി വാല് മുറിച്ചോടുന്ന ഗൗളിയെ പോലെയാ. വാല് കിടന്ന് കൊറേ നേരം തിളയ്ക്കും. കിട്ടിയത് പോരെ പോലും. അർഹതയില്ലാത്തടത്ത് കേറിയിരിക്കാൻ ചിലർക്ക് ഭയങ്കര വെപ്രാളമാണ്. നാണം കെട്ട ജന്മം എന്നല്ലാതെ എന്താ പറയാ? ആർക്കും ദൈവം ഒരു സ്ഥലവും എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഭാവിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്. ഒന്ന് കണ്ട് പഠിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും നാണം കെട്. അത്ര തന്നെ. ഒരാശാട്ടി വന്നിരിക്കുന്നു. ഒരു വട്ടം ചതിക്കുഴിയിൽ വീണ ആരും പിന്നെ നടക്കുന്നില്ലേ, ഓടുന്നില്ലേ? വീണ് കാലൊടിഞ്ഞാ പിന്നെ എങ്ങനെയാ ഓടുന്നത്? വലിഞ്ഞു കയറി വന്നേ മഹത്തുക്കൾ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നത് വലിയ യോഗ്യതയൊന്നും അല്ല കേട്ടോ. ആശാട്ടിക്ക് മഹത്വം കാണില്ല. ആരാണ് മഹത്വമുള്ളവരെന്ന് കാണിച്ചു തരാം. ചുള്ളി കൊണ്ട് ആനയെ തളയ്ക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോളൂ. നിന്റെ പേര് കഴുതകൾക്ക് പോലും ചേരില്ല എന്റെ ആശാട്ടിയെ. അയ്യോ, നിക്കണ നിപ്പ് കണ്ടില്ലേ? അതെ അതെ, ഒരാശാട്ടി. അമ്മേ, ഓഹോ, അത് വിട്ടില്ലേ ഇതുവരെ? ഞാൻ ആദ്യമേ വരും വരായികകൾ പറഞ്ഞതല്ലേ?
ഇനി മുഖം വീർപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പോകേണ്ടതില്ലായിരുന്നു. അതെ, നമ്മൾ പോയാൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെ ആട്ടിപ്പായിക്കാൻ മാത്രം അമ്മ എന്ത് തെറ്റാ ചെയ്തത്? 4 കുടുംബത്തിലെ സ്ത്രീകൾക്ക് അവിടെ പായിലിരുന്ന് കാണാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ തിരുമനസ് കൽപ്പിച്ചിട്ടുണ്ടോ? രാജകൽപ്പനയൊന്നുമില്ല. ഓരോ സ്ഥലത്തും നാട്ടുകാര് കൽപ്പിക്കുന്ന ചട്ടങ്ങൾ പാലിക്കണം. അമ്മയെ ദേവപുരേന്ന് ഇറക്കി വിട്ടത് നാട്ടിലെല്ലാം പാട്ടാ. ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ചേച്ചി നാട്ടുകാരുടെ മുഖം നോക്കണ്ട, അമ്മയുടെ മുഖം നേരെ നോക്ക്. ആ സങ്കടം കാണില്ലേ? എന്നിട്ട് ഒന്നും തോന്നില്ലേ? നീയാ അമ്മയുടെ സർവ്വ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നേ. നളചരിതം കഥകളി കാണാൻ പോയത് വലിയ തെറ്റാണോ? അത് തെറ്റാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? വെറും നിലത്തിട്ടിരിക്കാൻ പായ കൊണ്ടുപോയത് വലിയ തെറ്റാണോ? പായ കൊണ്ടുപോയത് തെറ്റല്ല, പക്ഷേ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെ വേണോ? അതേ ഞാനും പറഞ്ഞുള്ളൂ. പായും കൊണ്ട് ചെന്ന് പുറകിൽ എവിടെയെങ്കിലും ഇരുന്ന് കളി കണ്ടിട്ട് പോരായിരുന്നു. ക്ഷേത്രപ്പറമ്പിൽ നിലത്ത് പായിട്ടിരിക്കുന്നതിന് മറ്റുള്ളവർക്ക് കരം കൊടുക്കണോ? അമ്മ ചോദിച്ചതാ ശരി. മനുഷ്യനായ അഭിമാനം വേണം, അതാർക്കും പണയപ്പെടുത്തരുത്. അമ്മയെ നാണം കെടുത്തിയാൽ മക്കളുടെ രക്തം തിളക്കണം. നീയെങ്കിലും നേരും നിറയും പറയാനുണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടതിന് ഞങ്ങളെന്ത് പഴച്ചു? ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വല്ല വയ്യാവേലിയും ആണോ? ഇനി ഈ നാണം കിടല്ലേ അമ്മേ? എന്താണമ്മേ പറയണം? എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ ഉത്സവം കാണാനും ആരാധിക്കാനും ഒരു ക്ഷേത്രം വൈക്കം ദേശത്തുണ്ടാകണം. നടന്നത് തന്നെ. അമ്മ സ്വപ്നം കാണുകയാണോ? അമ്മയുടെ സ്വപ്നം ഫലിക്കും, നടപ്പാകും. ഞാനുണ്ട് കൂടെ. അതിനായി 1.5 ഏക്കർ പുരയിടം വാങ്ങണം. വിശാലമായ പറമ്പും വേണം. അവിടെ ഒരു വേർതിരിവും വരരുത്. ഈ അമ്മയാണ് നമ്മുടെ അഭിമാനം, അല്ല നാടിന്റെ അഭിമാനം. ശ്രീ നാരായണ ഗുരുസ്വാമികൾ സൂചന തന്നിരുന്നു. പല ആവർത്തി മനസ്സിൽ കൊള്ളിയാൻ പോലെ തോന്നിച്ചു. ഇനി വൈകിക്കുന്നില്ല. ഒരുക്കങ്ങൾ തുടങ്ങണം. സ്വാമിയെ കാണണം. പ്രതിഷ്ഠ നടത്താനുള്ള അനുമതി വാങ്ങണം. തൃപ്പാദങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. പുതിയ ക്ഷേത്രം വരട്ടെ. അത് വേലായുധൻ നടയല്ലേ ഇവിടം? വേലായുധന്റെ കാര്യമാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ട് സ്വാമി. സ്വാമിയെ ദർശിച്ചു. ഇനി ആ മൊഴികൾ കേട്ടിരിക്കാം. വേലായുധനെ സ്വാമി പിച്ചക്കാരനെന്ന് പറഞ്ഞത്? പിച്ചതണ്ടിയല്ലേ ഭഗവാൻ പരമേശ്വരൻ കാലം കഴിക്കുന്നത്? അപ്പോ പ്രിയപ്പെട്ട മകൻ വേലായുധനും പിച്ചക്കാരനല്ലേ? മഹാദേവൻ തലയോട്ടിയുമായല്ലേ പിച്ചതണ്ടുന്നത്? സകല ലോകങ്ങളും ചമച്ച ശംഭുവിന് ആഹാരത്തിനുള്ള വക തേടാൻ കയ്യിലുള്ളത് തലയോട്ടി മാത്രം. പാർവതിക്ക് പകുതി ദേഹം പകുത്ത് നൽകിക്കഴിഞ്ഞു. ഉടുക്കാനാകട്ടെ ദിഗംബരവും. 12 കൈകളിൽ ഒന്നുകൊണ്ടെങ്കിലും ദുരിതം മാറ്റണേയെന്ന് സ്വാമി ഭഗവാൻ വേലായുധനോട് അപേക്ഷിച്ചാലോ? ആ അപേക്ഷയുടെ പൊരുൾ ഞങ്ങൾക്കും അറിയണം സ്വാമി. വേലായുധൻ ഷൺമുഖനല്ലേ? കണ്ണുകൾ 12, കാതുകൾ 12, കൈകളും 12. അതിലൊന്നെങ്കിലും നമ്മെ തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഈ സംസാര ചക്രത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന എന്റെ കഷ്ടതകൾ 12 കണ്ണുള്ള അങ്ങ് കാണുന്നില്ലേ? അതിൽ ഒരു കണ്ണുണ്ടെങ്കിലും കടാക്ഷിച്ച് എന്റെ ദുരിതങ്ങൾ മാറ്റണേന്നായിരിക്കും അതിന്റെ പൊരുൾ. ലോകർ പലവിധത്തിൽ പഴിക്കുന്നത് ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ട് അങ്ങ് തുണയ്ക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ സ്വാമി? അതെ. സങ്കടക്കടലിൽ നിന്ന് എന്നെ കരകയറ്റാൻ 12 കൈകളിൽ ഒന്നേ ആവശ്യമുള്ളൂ എന്ന പ്രാർത്ഥന എത്ര അർത്ഥവത്താണ്. ഞാൻ സ്വാമിയുടെ ഒരു ഭക്തയാണ്. സ്വാമി ഇവിടെ ഉണ്ടെന്നറിഞ്ഞു വന്നതാണ്. ഞാൻ മുമ്പൊരിക്കൽ കാണാൻ വന്നിരുന്നു. സമീപവാസിയാണ്. ആശാട്ടി വല്യമ്മയെന്ന് നാട്ടുകാർ വിളിക്കും.
വിളിപ്പേര് കൊള്ളാം. സ്വാമിയോട് ഒരു സങ്കടം ഉണർത്തിക്കാനാണ് വന്നത്. വേഷവും രൂപവും കണ്ട സങ്കടമുണ്ടെന്ന് തോന്നേയില്ല. ഉള്ളിന്റെ ഉള്ളിൽ ആ കനൽ നീറിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി. എന്തു സങ്കടമാണെങ്കിലും സ്വാമിയോട് പറയാം. ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് പരസ്യമായി ആക്ഷേപിച്ചു. അതാലോചിക്കുമ്പോ ഊണും ഉറക്കവുമില്ല. ഏത് കനലിനെയും ആളിക്കത്തിക്കുന്നത് ചിന്തയുടെ കാറ്റ. അത് നിയന്ത്രിക്കണം. എന്താണ് അധിക്ഷേപമെന്ന് പറഞ്ഞില്ല. ദൈവപുരയിൽ കഥകളി കാണാനാ പോയത്. എല്ലാവർക്കും പായിട്ട് അവിടെ ഇരുന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. കേട്ടിട്ട് വലിയ കഥയില്ലാത്ത പോലെ. കാര്യമാക്കണ്ട. അത് പറ്റുന്നില്ല സ്വാമി. എനിക്ക് കിട്ടിയ പരിഹാസവും ആക്ഷേപവും ഇനി ആർക്കും ഉണ്ടാകരുത്. അത് നല്ല ചിന്തയാ. അതിനെന്താ മാർഗം? എന്റെ എളിയ ബുദ്ധിയിൽ ഒരു വഴി തോന്നുന്നു. സ്വാമിയുടെ അഭിപ്രായം? ചിന്തയിൽ തെളിഞ്ഞ വഴി സ്വാമിയോട് പറയുക. വക്കം ദേശത്ത് തന്നെ കുറേ സ്ഥലം വാങ്ങണം. അവിടെ ഒരു ക്ഷേത്രം പണിയണം. അവിടെ വേർതിരിവുകൾ പാടില്ല. എല്ലാവർക്കും ഒരുപോലെ എല്ലാം ദർശിക്കാൻ സൗകര്യം ഉണ്ടാകണം. സമഭാവനയാണ് മനുഷ്യന് ആദ്യം വേണ്ടത്. ചിന്തയിൽ തെളിഞ്ഞ വഴി കൊള്ളാലോ. സാക്ഷാൽ വേലായുധൻ തന്നെ വഴികാട്ടിയായല്ലോ. സുബ്രഹ്മണ്യ ഭഗവാന്റെ മയിൽ സച്ചിന്തകളാകുന്ന പീലിയോട് കൂടിയതാ. ചിന്തകളുടെ പുറത്ത് പറന്ന ഏത് ലോകത്തും എത്താം. വേലായുധ നടയിലെത്തിയപ്പോ സ്വാമി ആദ്യം പറഞ്ഞതും അതായിരുന്നു. അല്ല, അതെന്താണെന്ന് ഞങ്ങളും കൂടെ കേക്കട്ടെ സ്വാമി. ഭക്തരിൽ ഉദാരമായ കാരുണ്യം ചൊരിയുന്നവനും ദേവസൈന്യാധിപനുമായ വേലായുധൻ ഭക്തരുടെ എല്ലാ അഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുമെന്ന്. ഓം ഷൺമുഖായ നമഃ. ഓം ഷൺമുഖായ നമഃ. ഓം ഷൺമുഖായ. ഓം ഷൺമുഖായ നമഃ. ഓം ഷൺമുഖായ നമഃ. ഓം ഷൺമുഖായ നമഃ. ഓം ഷൺമുഖായ. ഇനിയൊരു അപേക്ഷ കൂടിയുണ്ട് സ്വാമി. മടിശീല നിറയെ അപേക്ഷകളാണല്ലോ. എന്തായാലും കേക്കട്ടെ. പുതുതായി പണിയുന്ന ക്ഷേത്രത്തിൽ സ്വാമി തന്നെ പ്രതിഷ്ഠ നടത്തിത്തരണം. ജാതിക്കുള്ളിലെ ജാതിക്കുമെതിരെ ഉയരുന്ന ക്ഷേത്രമല്ലേ? കൊള്ളാം. എന്തു പറയുന്നു? എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ. അതിരുകളില്ലാതാകണം. മനുഷ്യർക്കിടയിലും മനസ്സുകൾക്കിടയിലും. സ്വാമി തന്നെ കടാക്ഷിക്കണം. പ്രതിഷ്ഠ നടത്തി അനുഗ്രഹിക്കണം. അതും അരുവിപ്പുറത്തെ പോലെ ശിവരാത്രി നാളെ തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന ശിവരാത്രി നാളല്ലോ സ്വാമി? അതെ, ശിവരാത്രി നാളിൽ അന്ന് തന്നെ ആയിക്കോട്ടെ. വേലായുധനും മഹാദേവനും സ്വാമിയും അനുഗ്രഹിച്ചു. ജാത്യാചാരങ്ങൾക്കെതിരെ ഉയരുന്ന ആ ക്ഷേത്രം രണ്ടുപേരിൽ കീർത്തി നേടും. ദേവേശ്വരമെന്നും പുത്തൻ നടയെന്നും. ഭഗവാനെ, സ്വാമി. അമ്മേ, പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഗുരുസ്വാമി എപ്പോഴാണ് എത്തുക? തൃപ്പാദങ്ങൾക്കറിയാം ശുഭമുഹൂർത്തം. ശിവരാത്രി ദിനം പുണ്യമാകട്ടെ. അമ്മയുടെ വാശി ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല. വാശിയിലാണ് തുടക്കം. പക്ഷേ ഇപ്പൊ അതൊരു നിയോഗമാണെന്ന് മനസ്സിലായി. മഹാഗുരുവിന്റെ സൂചനകൾ. കരുത്തതാണ്. വേലായുധൻ നട. ഉച്ചനീചത്വങ്ങൾ ഒടയണം. എല്ലാവരും സമന്മാരാകണം. ഇതൊരു വിപ്ലവമാകട്ടെ.
അമ്മേ മുഹൂർത്തായി. സാക്ഷിയായി വരേണം. പ്രഭാതമായി മഹസ്സുടന്നിടേണം. പ്രഭാമയൻ നിരാമയൻ പ്രഭാവമുള്ളിലുറയുമോ പ്രചണ്ഡമണ്ഡലങ്ങളിൽ വരേണം. മഹാഗുരു 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 മഹാഗുരു. ഓം ശിവശങ്കര ഓം നാരായണ ഓം ശിവശങ്കര ഓം നാരായണ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര. ദൈവമേ ഭവാബ്ധി തന്നിലും കൈവിടാതെ കാത്തുകൊള്ളുക വേണം. നിരന്തരം തൊഴുന്നൊരി കരങ്ങളിൽ മനങ്ങളിൽ കതിർത്ത കാല സത്യമായി വരേണം. മഹാഗുരു 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 മഹാഗുരു. പ്രപഞ്ചസാര സാക്ഷിയായി വരേണം. പ്രഭാതമായി മഹസ്സുടന്നിടേണം. എന്തു ബിംബവിഭാവസുക്കളിടം വലം നയനങ്ങളാം എന്തു ബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ കർണമണ്ഡലമണ്ഡലീകൃത ഗന്ധപാളിയുമെന്നോടെ കണ്ണിണയ്ക്കു തിഥി ഭവിക്കണമെപ്പോഴും ഗുഹപാഹിമാ. ഇരവേൽ മുരുകനുക്ക് ശക്തിവേൽ മുരുകനുക്ക് ഇരവേൽ മുരുകനുക്ക് നയനങ്ങളാം തിരുനാസികാവലി